എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരികയാണ്. സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദങ്ങളും നമ്മുടെ കൂടെ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ലീഡ് കോഡ് പ്ലാറ്റ്ഫോമിലെ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഡെയിലി ചാലഞ്ച്, ഇന്നലത്തെ ഡെയിലി ചാലഞ്ചിന്റെ ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. കാരണം ഇന്നത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഇന്നലത്തെ നിന്ന് തുടങ്ങുന്നു. നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്തിരിക്കും. ഈ വീഡിയോ പ്രയോജനപ്പെടുന്നത് ഇപ്പോൾ ബിടെക്കിന് പഠിക്കുന്ന കുട്ടികൾക്കാണ്. എന്ത് തന്നെ ആയാലും ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് ഇല്ലാത്ത ഒരു ടെക്നിക്കൽ ഇന്റർവ്യൂ ഇല്ല. IT ഫീൽഡിലാണ് നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ, IT ഫീൽഡാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ കൂടുതൽ ഒരു കൈവഴക്കം കുറച്ച് നാളായിട്ട് ചെയ്യാതെ നമുക്ക് പോയത് സാരമില്ല. നമ്മൾ കംബാക്കിന്റെ പാതയിലാണ്, ഞാനും നിങ്ങളും. അപ്പൊ നമ്മൾ തിരിച്ചു വരുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. Divide an array into subarrays with minimum cost 1. ഈ മിനിമം കോസ്റ്റ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് 1 ആവണമെന്നല്ല, അതിന്റെ ആ സെക്ടേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് എന്നാണ്. അപ്പൊ ഇതിന്റെ ടാഗ് ഈസി എന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. കമ്പനീസ് എന്നുള്ളത് അവർ ലോക്ക് ചെയ്തിരിക്കുക. ഏതൊക്കെ കമ്പനിയാണ് ചോദിച്ചത് എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. അതെന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും കമ്പനി ചോദിച്ചാണോ, നമുക്ക് അതറിയേണ്ട കാര്യമുണ്ടോ? നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം എന്നറിഞ്ഞാൽ പോരെ. അപ്പൊ ചോദ്യം ഇതാണ്: യു ആർ ഗിവൺ ആൻ അറേ ഓഫ് ഇന്റിജേഴ്സ് നംസ് ഓഫ് ലെങ്ത് n. അപ്പൊ നമുക്ക് അവരെന്ത് തന്നിട്ടുണ്ട്? ഒരു അറേ ഓഫ് ഇന്റിജേഴ്സ് തന്നിട്ടുണ്ട്. ഇന്റിജർ നമുക്ക് അറിയാലോ, അത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല. അപ്പോ ഇതിന്റെ ലെങ്ത് n ആണ്, അതായത് n നമ്പർ ഓഫ് എലമെന്റ്സ് ഇതിനകത്ത് ഉണ്ട്. The cost of an array is the value of its first element. ഈ അറേയുടെ വാല്യൂ എന്ന് വെച്ചാൽ, കോസ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെന്റ് ഏതാണോ ആ എലമെന്റ് ആണ് അതിന്റെ കോസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, the cost of 1 2 3 is 1 while the cost of 3 4 1 is 3. കാരണം ആദ്യത്തെ എലമെന്റ് അതാണ്. You need to divide nums into three disjoint contiguous sub-arrays. Return the minimum possible sum of cost of the sub-arrays. ചോദ്യം ഇതാണ്: ഈ അറേനെ നമ്മൾ 3 സബ് അറേസ് ആയിട്ട് വേർതിരിക്കണം. വെറുതെ വേർതിരിച്ചാൽ പോരാ, ഇതിന്റെ കോസ്റ്റുകൾ ആഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഇതിന്റെ കോസ്റ്റ് C1, ഇതിന്റെ കോസ്റ്റ് C2, ഇതിന്റെ കോസ്റ്റ് C3 ആണെങ്കിൽ C1 plus C2 plus C3 എന്ന് പറയുന്നത് മിനിമം വാല്യൂ ആയിരിക്കണം. മനസ്സിലായില്ല? സാരമില്ല, അതിനുള്ള എക്സാമ്പിൾ വഴി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഇൻപുട്ട് നംസ് എന്ന് പറയുന്നത് 1 2 3 12 ആണ് എന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് 3 അറേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം, such that their cost is minimum. അപ്പോ എന്തായാലും ആദ്യത്തെ എലിമെന്റ് എടുത്തേ പറ്റൂ നമുക്ക്. അപ്പൊ ഇതിനെ ഇങ്ങനെ ഒരു സബ്ബറേ, ഇങ്ങനെ ഒരു സബ്ബറേ, ഇങ്ങനെ ഒരു സബ്ബറേ ആയിട്ട് 3 എണ്ണം ആക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ സാധനം ഇടാതെ ഇതിനെ അങ്ങ് കവർ ചെയ്തിട്ട് ഇത് ഒരു സബ്ബറേ ഇങ്ങനെയൊക്കെ എടുക്കാം നമുക്ക്. അല്ലെങ്കിൽ ഇതും എടുക്കാതെ ഇവിടെ ഈ രണ്ടിനെ നമ്മൾ എടുക്കുന്നു, അങ്ങനെ പല രീതിയിൽ നമുക്ക് സാധനം റെഡിയാക്കാം. പക്ഷേ ആത്യന്താപേക്ഷികമായിട്ട് കോസ്റ്റ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. നിങ്ങൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, എന്തായാലും ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഈ അറേയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ മൊത്തത്തിലുള്ള അറേയുടെ ആദ്യത്തെ എലിമെന്റ് ആയിരിക്കുമല്ലോ. നമ്മൾ ഏത് അറേ എടുത്താലും, ഇപ്പൊ 5 10 15 3 ഇതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 5 ഒരു അറേ, 10 ഒരു അറേ, 15 ഒരു അറേ, അങ്ങനെ പറ്റൂ. എന്ത് വന്നാലും ഫസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഈ അറേയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള അറേയിലെ ആദ്യത്തെ എലമെന്റ് ആണ്. അപ്പൊ C1 എപ്പോഴും എന്തായിരിക്കും? അറേ ഓഫ് 0 ആയിരിക്കും. ഈ വീഡിയോ കാണാൻ ബേസിക് C++ നോളജ് വേണം, അതൊരു പ്രീ റിക്വസിറ്റ് ആണ്. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും കാണാം കേട്ടോ. അപ്പോൾ അത്
എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന 30 സെക്കൻഡ് കണ്ടിട്ട് പോകുന്ന എനിക്കറിയാം. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. നമുക്കിനി എങ്ങനെയാണ് ഇതിന്റെ തോട്ട് പ്രോസസ്സ് പോകേണ്ടത് എന്ന് നോക്കാം. നമുക്ക് ഇവര് പറഞ്ഞ ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഏതാണ്? 1, 2, 3, 12. ഇതാണ് ഗിവൺ അറേ. എന്തായാലും ആദ്യത്തെ സബ് അറേയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് C1 എന്ന് പറയുന്നത് അറേ ഓഫ് 0, അതായത് ഈ കേസിൽ 1 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 എലമെന്റ്സ്, 2 സബ് അറേസ് നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കണം. അതിൽ നിന്ന് മിനിമം കോസ്റ്റ് ആക്കണം. ഒന്ന് ആലോചിച്ചാലേ നമുക്ക് 2, 3, 12 നമ്മൾ നോക്കിയാൽ 2, 3 ഏറ്റവും ചെറിയ 2 എലമെന്റ്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സബ് അറേ, ഇതൊരു സബ് അറേയും ഇത് അടുത്ത സബ് അറേ ആക്കിയാൽ പോരെ. അപ്പൊ ആൻസർ എന്ത് വരും? ഇത് C2 ഇത് C3 ആയ 1 + 2 + 3 ആൻസർ 6 എന്ന് വരും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത് കഴിയും. കാരണം ഇവര് സബ് അറേയുടെ സൈസ് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എത്ര വലിയ സൈസ് വേണമെങ്കിലും ആക്കാം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, C1 എപ്പോഴും ഫസ്റ്റ് എലമെന്റും C2 C3 ബാക്കി വരുന്ന എലമെന്റ്സിൽ ഏറ്റവും മിനിമം 2 എലമെന്റ്സ് അങ്ങ് എടുത്താൽ പോരെ. സത്യം പറഞ്ഞാല് ഇനി നിങ്ങൾക്ക് എന്നെ വിശ്വാസം വരുന്നില്ലെങ്കിൽ അടുത്ത ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കണം. നമ്മൾ അത് ആരെയും നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാൻ പാടില്ല. നമ്മളത് നമ്മളായിട്ട് ടെസ്റ്റ് ചെയ്ത് മാത്രമേ ഒരു കൺക്ലൂഷനിൽ എത്താൻ പാടുള്ളൂ. അപ്പോ അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് 10, 3, 1, 1. 10, 3, 1, 1. ഈ 10 എടുക്കാതെ നമുക്ക് വേറൊരു വഴിയില്ല. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു 10. C1 എന്ന് പറയുന്നത് 10 ആണ്, കോസ്റ്റ് 1. ഇനി നമ്മൾ ഇത് എടുക്കുവാണേ, ഈ 3 എവിടെ? ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്തൊരു മണ്ടനായി, 3, 1, 1. അതിനകത്ത് ഇപ്പൊ ഞാൻ മിനിമം എടുത്താ 1, 1. അതങ്ങ് എഴുതിയാൽ പോരെ. അപ്പൊ 3 കണ്ടിഗ്വസ് അല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. കണ്ടിഗ്വസ് ആണ്. എങ്ങനെ? ആദ്യത്തെ സബ് അറേ ആയിട്ട് ഇവനെ എടുത്താൽ മതി. അപ്പൊ 3 അങ്ങ് പോയി കിട്ടി. ബാക്കി 1, 1. അത് ഇവിടെ ഒരു സബ് അറേ, ഇവിടെ ഒരു സബ് അറേ. അപ്പൊ C2 C3 എന്തായി? 1 ആയി. ആൻസർ 10 + 1 + 1, അതായത് 12. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഈ ചോദ്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ കോഡിംഗ് പാർട്ടിലേക്ക് നമുക്ക് പോവാം. ഇത് നിങ്ങൾക്ക് ഇത് പിടികിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതൊരു അറേ ജനറിക് ആയിട്ട് നമ്മൾ സംസാരിക്കണം. എനിക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഇനി കോഡിംഗ് പാർട്ടിലേക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഏതൊരു അറേ, ഇപ്പൊ 0 മുതൽ തുടങ്ങി ith പൊസിഷൻ, i+1th പൊസിഷൻ, അങ്ങനെ n-1 വരെ. ഇതിനകത്ത് C1 എന്ന് പറയുന്നത് എപ്പോഴും അറേ ഓഫ് 0th പൊസിഷനിൽ എന്താണോ അതാണ്. പിന്നെ നമ്മൾ തീരുമാനിക്കും ഇതിനകത്ത് ഏറ്റവും ചെറിയ 2 എലമെന്റ്സ് എടുത്താൽ മതി നമ്മൾ. എന്നിട്ട് ആ എലമെന്റ്, ഇപ്പൊ i+1th എലമെന്റും ഇതും ആണ് ഏറ്റവും ലാസ്റ്റ് എലമെന്റും ആയിരുന്നു ഏറ്റവും ചെറുതെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഇത്രയും വരെ ഉള്ളതിനെ ഞാൻ ഫസ്റ്റ് കണ്ടിഗ്വസ് സബ് അറേയിലോട്ട് അങ്ങ് ഇടും. എന്നിട്ട് ഇവനെ പിടിച്ച് ഇവിടം വരെ എനിക്ക് ഇഷ്ടം തോന്നുന്ന സ്ഥലം വരെ, ഇവന്റെ അടുത്ത് വരെ ഉള്ളതിനെ പിടിച്ച് ഞാൻ സെക്കൻഡ് കണ്ടിഗ്വസ് സബ് അറേയിൽ ഇടും. എന്നിട്ട് ഈ ലാസ്റ്റ് അവനെ ഒറ്റ എലമെന്റ് മാത്രമായിട്ട് ഞാൻ ഏത് ഇതിലിടും? ലാസ്റ്റ് കണ്ടിഗ്വസ് സബ് അറേയിലോട്ട് ഞാൻ ഇടും. ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ആരും ചോദിക്കാനില്ല. ഇതാണ് ഇതിന്റെ ലോജിക്ക്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. മനസ്സിലായാലും ഇല്ലെങ്കിലും വീഡിയോക്ക് ലൈക്ക് അടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു ദാരിദ്ര്യവും കാണിക്കരുത്. ഞാനും ഇങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ആവുന്നേ. ഏത്? അത് തന്നെ. ഇനി നമുക്ക് കോഡിംഗ് പാർട്ടിലേക്ക് പോവാം. അപ്പോ C++ലാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു ഇന്റിജർ അങ്ങ് ഡിക്ലെയർ ചെയ്യും. ഇന്റിജർ ആൻസർ എന്ന് പറയുന്നത് ഞാൻ ഈ നംസ് ഓഫ് 0 ആയിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്യുകയാണ് കേട്ടാ. ഇനി അതിന്റെ കൂടെ ഞാൻ ഈ നംസ് അറേയിലെ ആദ്യത്തെ എലമെന്റ് കഴിഞ്ഞു. നംസ് അറേയിലെ ഫസ്റ്റ് എലമെന്റ്, ഇത് 0th എലമെന്റ്, ഫസ്റ്റ് എലമെന്റ് മുതൽ
n മൈനസ് 1th എലമെന്റ് വരെ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ചെറിയ രണ്ടുപേരെ കണ്ടുപിടിച്ചാൽ മതി. അതിന് ഞാൻ എന്ത് ചെയ്യും? സോർട്ട് എന്താണ് നംസ് ഡോട്ട് ബിഗിൻ നംസ് ഡോട്ട് എൻഡ് എന്നങ്ങ് ഇടും. ഓക്കെ, പക്ഷെ എനിക്ക് ആരെ വേണ്ട? ആദ്യത്തെ എലമെന്റിനെ എനിക്ക് വേണ്ട. അപ്പൊ അതിനു മുമ്പ് സോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യത്തെ എലമെന്റ് ഇറേസ് ചെയ്ത് കളയും. നംസ് ഡോട്ട് ഇറേസ് നംസ് ഡോട്ട് ബിഗിൻ എന്നുള്ള ഫംഗ്ഷൻ അങ്ങ് കൊടുത്തിരുന്നാൽ മതി. ഇത് STL എന്ന് പറയും, C++ന്റെ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറി ആണ് ഇത്. ഇതാണ് ഇറേസ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഏത് ഇൻഡെക്സിലുള്ള വാല്യൂവിനെ വേണമെങ്കിലും ഇറേസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് 4ാമത്തെ ഇൻഡെക്സിലുള്ളതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് എഴുതും? ആ നംസ് അറേന്റെ പേര് നംസ് ഡോട്ട് ഇറേസ് നംസ് ഡോട്ട് ബിഗിൻ പ്ലസ് 4 ഇട്ടാ മതി. അപ്പൊ 4ാമത്തെ അവനങ്ങ് ഇതിന്ന് റിമൂവ് ആയിക്കോളും. ഇവിടെ എനിക്ക് റിമൂവ് ചെയ്യേണ്ടത് ആരെയായിരുന്നു? ഫസ്റ്റ് എലമെന്റ്. അപ്പൊ നംസ് ഡോട്ട് ബിഗിനെയാണ് എനിക്ക് ഇറേസ് ചെയ്യേണ്ടത്. അപ്പൊ അവനെ ഇറേസ് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യും? സോർട്ട് ചെയ്യും. സോർട്ട് നംസ് ഡോട്ട് ബിഗിൻ കോമ നംസ് ഡോട്ട് എൻഡ്. ഇങ്ങനെ ഞാൻ ചെയ്യും. ഇത് എന്റെ ഒരു ഈസി ഇതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ഗ്രൂപ്പ് ചെയ്ത് പോയി 2 സ്മോളസ്റ്റ് ഒക്കെ എടുക്കാം. ഞാൻ STLന്റെ ഒരു ഫാനാണ്. STRന്റെ അല്ല, STL. അവന് എനിക്ക് ഇഷ്ടമല്ല. അപ്പോ ഇതിനകത്ത് ആദ്യത്തെ 2 എലമെന്റ്സ് അങ്ങ് എടുത്താൽ മതി ഇനിയിപ്പോ. അപ്പൊ ആൻസറിന്റെ കൂടെ ആൻസർ പ്ലസ് ഈസ് ഈക്വൽ ടു നംസ് ഓഫ് 0 പ്ലസ് നംസ് ഓഫ് 1. ഇത് എന്ന് പറയുമ്പോൾ സോർട്ട് ചെയ്യുമ്പോൾ എന്താവും? അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ആവും. അതിനകത്ത് ആദ്യത്തെ എലമെന്റ് 2ാമത്തെ എലമെന്റും ആണ്. ഇത് 1ാമൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ചെറിയ 2 അപ്പൊ ആൻസർ ഓൾറെഡി നമ്മൾ 0യിലേക്ക് പോയിന്റ് ചെയ്തു. പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് ഈക്വൽ ടു ആൻസർ പ്ലസ് എന്നുള്ള കണ്ടീഷനാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഇനിയിപ്പോ എന്ത് ചെയ്താൽ മതി? റിട്ടേൺ ആൻസർ അത് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ലീഡ് കോഡിലേക്ക് പോവുക, ഈ സാധനം ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യാൻ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ലോജിക്ക്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ആ സെക്കൻഡ് പാർട്ടുമായിട്ട് വരുന്നതാണ്. അപ്പൊ അതുവരെ ബൈ. പോന്നില്ലേ? ബൈ ബൈ ബൈ. ചേട്ടാ പോടാ, വീട്ടിൽ പോടാ. ഇത്